ഇനി ഇൻഷാ അല്ലാ ഹാജിമാർ ഹജ്ജിൻ്റെ റുക്കനുകളിലേക്ക് കടക്കാനിരിക്കുകയാണ്. എല്ലാവരും മിനയിലേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒഴുകുന്ന സമയമായി. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ദുൽഹിജ്ജ 9 അറഫയിലേക്ക് പോകും. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ ഒരു കർമ്മമാണ് അറഫ. അറഫയിൽ കുറച്ച് സമയമെങ്കിലും നിൽക്കാൻ കഴിയണം, ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഹജ്ജ് കിട്ടൂല. അപ്പം അത്രമാത്രം പ്രാധാന്യമുള്ള ഈ അറഫ, അവിടെ എന്താ ഉള്ളത്? അവിടെ ഉള്ളത് കുന്നുണ്ട്, കല്ലുകളുണ്ട്. ഇന്ന് അവിടെ ഇങ്ങനെ ഹാജിമാർക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് പലവിധേനയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ആ മരുഭൂമിയിലെ കല്ലുകൾക്കിടയിൽ ആ ഭൂമിയിൽ നിൽക്കുക എന്നതാണ്. ഒരുപാട് മഹാന്മാരുടെ സ്മരണകൾ ഓർത്തെടുത്ത് അവരെ സ്മരിച്ച് ആ ഭൂമിയിലുള്ള നൃത്തം, അതാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട റുക്കനാകുന്ന അറഫയിൽ നിൽക്കലിൻ്റെ മർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ വെച്ചിട്ടാണല്ലോ അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നത്. 1,24,000 വരുന്ന സ്വഹാബാക്കളെ ആ ഹജ്ജത്തുൽ വദാഇൻ്റെ അന്ന് നബി തങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നിന്ന് ഗംഭീരമായൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു ദൗത്യത്തെ മഹാന്മാരായ സ്വഹാബാക്കളെ ഏൽപ്പിക്കുന്നത്. ഇന്നിവിടെ സാക്ഷികളായവരെ, ഇവിടെ ഇല്ലാത്തവർക്ക് ഈ പരിശുദ്ധമായ ദീനിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കണമെന്ന് ആ വലിയ ദൗത്യം ഏറ്റെടുത്തിട്ടാണ് മഹാന്മാരായ അസ്വഹാബ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1,24,000 വരുന്ന സ്വഹാബാക്കളിൽ ഇന്ന് എത്ര സ്വഹാബാക്കളാ ഹർമേനിയിലുള്ളത്, അവിടെ അന്തിയുറങ്ങുന്നത്? വളരെ കുറച്ച് സ്വഹാബാക്കൾ മാത്രമേ ഉള്ളൂ. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ച വലിയ ദൗത്യം ഏറ്റെടുത്ത് ലോകത്തിൻ്റെ വിവിധങ്ങളായ ദിക്കുകളിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ അവർ പ്രബോധിതരായി നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വെളിച്ചെത്തിയത്. അപ്പം നമുക്ക് അവിടെ നിന്ന് വേറൊരു വിഷയം വായിച്ചെടുക്കാനുണ്ട്. നമ്മിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന അറിവുകൾ, ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, പരിശുദ്ധമായ ദീനിൻ്റെ വെളിച്ചങ്ങൾ, ആ വെളിച്ചങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന്. അത് ഉസ്താദ് നിർവഹിക്കട്ടെ, ഉസ്താദുമാരെ നിർവഹിക്കട്ടെ എന്നുള്ള ഒരു ഏർപ്പാടല്ല, നമ്മളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും ഈ ദീനിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അറഫ സംഭവിക്കാനിരിക്കുകയാണ്. അവിടെ അറഫയിലെ ഹാജിമാരൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയം വലിയ ഇജാബത്തുള്ള ഒരു സമയമാണ്, ഇജാബത്തുള്ള സ്ഥലമാണ്. അവരവിടെ നിന്ന് നന്നായിട്ട് ദുആ ചെയ്യും. അതോടൊപ്പം നമ്മുടെ നാട്ടിലും ദുൽഹിജ്ജ 9 അറഫ നോമ്പ് നമുക്ക് സുന്നത്തുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, അറഫ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ ആയിരങ്ങളായ അടിമകളെ മോചിപ്പിച്ച, അതുപോലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പോരാട്ട ഭൂമിയിലേക്ക് സമർപ്പിക്കാൻ പറ്റുന്ന കുതിരകളെ സമ്മാനിച്ച വലിയ പ്രതിഫലമുണ്ടെന്ന്. എന്ന് മാത്രമല്ല, നമ്മുടെ മുൻകഴിഞ്ഞ വരാനിരിക്കുന്ന ഓരോ വർഷങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രം വലിയ അമലാണ് അറഫ നോമ്പെന്ന്. അപ്പം നമ്മുടെ ഇവിടെ അറഫ നോമ്പ് എന്താ നോൽക്കേണ്ടത്? അവിടെ അറഫയിലെ ഹാജിമാരൊക്കെ കൂടുന്ന സമയത്ത് നമ്മളിവിടെ നോൽമ്പ് നോൽക്കുക എന്നുള്ളതല്ല. അതാത് നാടുകളിലെ ദുൽഹിജ്ജ 9 എന്നാണോ ആ ദുൽഹിജ്ജ 9 അതാത് നാട്ടുകാർ അവിടെ നോൽമ്പ് നോൽക്കുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ ആ ഹാജിമാർ അറഫയിൽ കൂടുന്ന സമയത്ത് നമ്മൾ നോമ്പുകാരാകുക എന്നുള്ളതാണ് അതിൻ്റെ തിയറിയെങ്കിലേ, അവിടെ ഇങ്ങനെ അറഫയിൽ കൂടുന്ന സമയത്ത് രാത്രിയായി നിൽക്കുന്ന നാടുകളില്ലേ, അമേരിക്കൻ നാടുകളിലൊക്കെ ആ സമയത്ത് രാത്രിയായിരിക്കും, അവർ രാത്രി നോമ്പ് വിളിക്കേ, അതില്ലല്ലോ. അപ്പം അറഫയിൽ അവർ കൂടുന്ന സമയത്ത് എന്നുള്ളതല്ല, അവർ അറഫയിൽ കൂടുന്നു, അവിടെ ഇബാദത്തിലായിട്ട് മുഴുകുന്നു. ദുൽഹിജ്ജ 9 നമ്മുടെ നാടുകളിൽ എന്നാണോ, അത് മാസം കാണൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ദുൽഹിജ്ജ 9 അവിടെയും ഇവിടെയും വ്യത്യസ്ത ദിവസങ്ങളിലായിരിക്കും. അപ്പം നമ്മുടെ നാട്ടിലെ ദുൽഹിജ്ജ 9 എന്നോ അന്ന് നമ്മൾ നോമ്പ് വിളിക്കുക. ആ ദുൽഹിജ്ജ 9 ദുആ വലിയ ഇജാബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കാണാം, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും നല്ല ദുആ
അറഫ ദിവസത്തിലെ ദുആ ആണ് എന്ന്. എന്താ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ. നമ്മളിവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഉസ്താദ് ദ്വാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറയും. നമ്മളതിന് എത്ര പറയലുണ്ട് അല്ലേ. അപ്പം ആ ആവശ്യങ്ങളൊക്കെ നമുക്ക് പൂർത്തിയാക്കപ്പെടണം എന്നുള്ള വലിയ ആഗ്രഹമല്ലേ. ആ ആഗ്രഹങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കപ്പെടാൻ നന്നായിട്ട് പടച്ചിറപ്പിനോട് ദ്വാ ചെയ്യാനുള്ള ദിവസമാണ് വരുന്ന ദുൽഹിജ്ജ 9 അറഫ ദിവസം. അന്ന് നമ്മൾ നോമ്പുകാരായിരിക്കുക എന്നതോടുകൂടെ അറഫ ദിവസത്തിലെ നോമ്പും അറഫ ദിവസത്തിലുള്ള ദ്വാവും അത് വല്ലാത്തൊരു ഇജാബത്ത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ഈ ദുൽഹിജ്ജ 9 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുണ്ടല്ലോ അതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേറൊരു അമലില്ല. അപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മ പോരാട്ടം നടത്തുന്നതിനും അതിനേക്കാളും മുകളിലായിട്ട് പ്രതിഫലമില്ലേ എന്ന്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇല്ല, അത് അതിൻ്റെ മുകളിലായി സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സേവനത്തിന് വേണ്ടി, ധർമ്മ പോരാട്ടത്തിന് വേണ്ടി പോകുകയും അവൻ്റെ സമ്പത്തും അവൻ്റെ ശരീരവും ഒക്കെ അവിടെ ഷഹാദത്ത് വരിക്കുകയും ചെയ്ത് നാട്ടിലേക്ക് പിന്നെ ജീവനോടെ മടങ്ങിയില്ല, അവൻ ഷഹീദായി. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലിൻ്റെ മുകളിൽ പോകും, അല്ലെങ്കിലോ പോകൂല എന്ന്. എന്നാൽ അത്രമാത്രം വലിയ പ്രാധാന്യമുള്ള വലിയ ശ്രേഷ്ഠതമായ അമലുകളാണ് അന്നത്തെ ദിവസത്തിലുള്ളത് എന്ന്. അത് അറഫയുടെ ദിവസത്തിലാകുമ്പോൾ അഥവാ ദുൽഹിജ്ജ 9 വലിയ പവറാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ വരുന്ന ദുൽഹിജ്ജ 9 നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ അന്ന് നോമ്പ് നോൽക്കണം. നോമ്പ് നോൽക്കാൻ സാധ്യമായ എല്ലാവരും നോമ്പ് നോൽക്കണം. അതോടുകൂടെ നന്നായിട്ട് ദുആ ചെയ്യണം. ഖുർആനോത്തും ദിക്റും സ്വലാത്തും ഒക്കെ വർദ്ധിപ്പിച്ച് നമുക്കന്ന് ഇബാദത്തുകളെ കൊണ്ട് സമ്പന്നമാക്കാൻ പറ്റണം. പ്രത്യേകിച്ച് ദുആഇൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ബേക്കോട്ട് പോകരുത്. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന്, അത്രമാത്രം ശ്രേഷ്ഠമാണ് എന്ന്. ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഇജാബത്ത് തരാൻ അള്ളാഹു തയ്യാറാണെന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അപ്പം നന്നായിട്ട് ദ്വാരക്കണം.